രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിന് പിന്നാലെ ഇന്ന് വോട്ട് ചെയ്യാനും അദ്ദേഹം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ തുറന്നു വച്ചിരിക്കുന്നത്, അല്ലേ? മേഘ, കുറച്ചു ദിവസം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ ഞാൻ മേഘയോട് പറഞ്ഞിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനോട് നമുക്ക് വെൽക്കം ബാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയാൻ അധികം ദിവസം വേണ്ടി വരില്ല. അധികം ദിവസത്തിനകത്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് പറയേണ്ടി വരും വെൽക്കം ബാക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന്. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന് കേരളം അല്ലെങ്കിൽ പാലക്കാട് വെൽക്കം ബാക്ക് അടിച്ചിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനി ഇവിടെ ഉണ്ടാകും എന്നാണ്. അവിടെ എന്തൊക്കെയോ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായെന്നൊക്കെ പറയുന്നു. അതായത് ഈ കോഴിയൊക്കെ ഉയർത്തിക്കൊണ്ട് നമ്മൾ ഈ കോളേജിലൊക്കെ പ്രതിഷേധ സമരങ്ങൾ നടക്കുന്നത് പോലെ അതേ നിലവാരത്തിൽ തൊട്ടിലൊക്കെ ആയിട്ടാണ് അവിടെ പ്രതിഷേധം അരങ്ങേറിയത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിരട്ടാനൊക്കെ നോക്കിയാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം എപ്പോഴോ പറഞ്ഞതുപോലെ ഈ വലിയ കൊടുങ്കാറ്റും പേമാരിയും ഒക്കെ അടിച്ചിട്ട് അല്ലെങ്കിൽ വീശിയപ്പോ ഒന്നുമേ സംഭവിക്കാതെ ഈ നെഞ്ചു വിരിച്ച് നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ സംബന്ധിച്ച് ഈ ഒരു ചാറ്റൽ മഴയോ അല്ലെങ്കിൽ ചെറിയൊരു ഇളം കാറ്റോ ഒന്നും അദ്ദേഹത്തെ സ്പർശിക്കുന്നതേ ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇപ്പൊ നോക്കുമ്പോൾ എന്താണ് സാഹചര്യം? ഒരു കേസിൽ 15-ാം തീയതി വരെ ഹൈക്കോടതിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രീ അറസ്റ്റ് ബെയില് കൊടുത്തിട്ടില്ല, ബെയില് പരിഗണനയിലാണ്. അത് 15-ാം തീയതി പരിഗണിക്കും. പക്ഷെ അതുവരെ അറസ്റ്റ് ചെയ്യില്ലെന്ന് വാക്കാൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 8-ാം തീയതി തന്നെ ഏതാണ്ട് ഒരു നോട്ട് ടു അറസ്റ്റ് പറഞ്ഞു കോടതി, നിർബന്ധിത നിയമ നടപടി പാടില്ല എന്ന്. 10-ാം തീയതി ഇന്നലെ അദ്ദേഹത്തിന്റെ കേസ് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യവും നൽകി എന്നുള്ളതാണ്. അതൊരു ലോവർ കോർട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജില്ലാ കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവ് കൂടി, പ്രീ അറസ്റ്റ് ബെയിൽ കൃത്യമായിട്ടും ഈ ഘട്ടത്തിൽ തന്നെ, ആദ്യ ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നിയമ നടപടികൾ അദ്ദേഹത്തിന് കൂടുതൽ സുഗമമാകുന്നു എന്ന് തന്നെയാണ് കരുതേണ്ടി വരുന്നത്. ഇത്ര വലിയ ആക്ഷേപങ്ങളും ഇത്ര വലിയ കോളക്കങ്ങളും ഇത്ര വലിയ ഈ പ്രചണ്ഡ പ്രചാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ ആഴ്ചകളിൽ പ്രത്യേകിച്ചും ഇങ്ങനെ 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരുന്നിട്ടും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ തോതിലുള്ള ഈ ആക്ഷേപങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരെ ഉണ്ടായല്ലോ. ഒരു ദിവസം ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല സംസ്ഥാന സർക്കാരിന്, സംസ്ഥാനത്തെ പോലീസിന് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ പോലും ഇത്രയൊക്കെ കിടന്ന് ഈ ബ്രഹ്മാണ്ഡം ഇളക്കിയിട്ടും ഈ ചാനലുകൾക്ക് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ചാനലുകളും സത്യത്തിൽ ഇതിലെ അന്വേഷണ സംഘവും പോലീസും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുമ്പിൽ ഇപ്പോ നിരായുധരായി നിൽക്കുന്നു, പരാജയപ്പെട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിന് അദ്ദേഹത്തിന്റെ ദിവസങ്ങൾ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആഘോഷിക്കാവുന്ന ദിവസങ്ങൾ തന്നെയാണ്.